ഹായ്. ഇതാണ് പറയുന്നത് നോക്കിയും കണ്ടും നടക്കണം. ഞാനാരാ ഞാനേതാ എന്നുള്ള ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ ഒരു മറുപടി തരും. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഒന്നുകൂടി ഞാൻ തുടങ്ങും. I am Divya, 26 years old and I work as an audiologist. ഇന്നത്തേക്ക് ഇത്രയും പോരെ. ജിമ്മിൽ പോവാൻ 100 ആവേശം ഉണ്ടായിരുന്നെങ്കിലും അതിനുശേഷം എന്താണെന്നറിയില്ല ഡ്യൂട്ടിക്ക് പോവാൻ അങ്ങോട്ട് തോന്നിയില്ല. പോരാത്തതിന് നല്ല വായ്പ്രാന്തും. സോ ഐ ഡിസൈഡഡ് ഇന്ന് കുക്ക് ചെയ്ത് കഴിച്ച് ബോഡി ഒന്ന് റീസെറ്റ് ചെയ്യാം. എപ്പടി വല്ലാണ്ട് മെനക്കെടാനൊട്ടും വയ്യാതാനും എന്നാൽ പ്രോട്ടീനും വേണം, ടേസ്റ്റും വേണം. ചിക്കൻ കറി വിത്ത് മിനിമൽ നെയ്യിട്ട ചോറ്. ഇത് കാണുന്ന നിങ്ങളുടെ അവസ്ഥ എനിക്കറിയില്ല. As far as I know, I am a person with very low threshold to busy life. ചില പണികള് തീരെ ഹെക്റ്റിക് ആയിരിക്കുമല്ലോ കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ അതിങ്ങനെ ലാസ്റ്റ് വരെ മുട്ടിച്ച് വെച്ച് ഡെഡ് ലൈനിന്റെ തലേന്ന് വാലിന് തീ പിടിച്ച പോലെ ഓടി നടക്കുന്നത് എന്താണെന്നറിയില്ല, ശീലായിപ്പോയി. ഇതേപോലെ അവസാന നിമിഷം വരെ തള്ളി നീക്കിയ ഒരു പണീന്റെ ഡെഡ് ലൈൻ നാളെയാണ് ഗൈസ്. ഇപ്പൊ പിടികിട്ടിയില്ലേ ഡ്യൂട്ടിക്ക് പോകാൻ എന്താന്ന് തോന്നാത്തേന്ന്? ഈ മടുപ്പ് തോന്നിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ചെയ്തു കൂട്ടുന്നതെങ്കിലും അത് തോന്നിക്കഴിഞ്ഞാൽ മൊത്തത്തിലൊന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ ഞാൻ എടുക്കുന്ന ഡിസിഷൻസ് ഒന്നും ഞാൻ റിഗ്രറ്റ് ചെയ്യാറില്ല. സത്യം പറഞ്ഞ ഇപ്പൊ ചെയ്യുന്ന ഈ ചെറുതായിട്ടുള്ള കോണ്ടന്റ് ക്രിയേഷൻ പോലും നാളെ എനിക്ക് ഹെക്റ്റിക് ആവോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് ഗൈസ്. ഞാൻ പറയുന്ന കുഞ്ഞു ആശയങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ എനിക്ക് പ്രശംസകൾ തരുമ്പോൾ സത്യം പറഞ്ഞാൽ മാലപ്പടക്കം പൊട്ടിക്കേണ്ട സന്തോഷം എനിക്ക് ഉണ്ടാവാറുണ്ട്. എവറി ടൈം when I get a notification that so and so person started following you from your reel, I literally get so happy, but at the same time ഉള്ളിൽ കൂടി ഒരു തീവണ്ടി ഓടും. ബിക്കോസ് ഐ അണ്ടർസ്റ്റാൻഡ് ഐ എം ബിക്കമിങ് എ ബിറ്റ് മോർ സോഷ്യലി റെസ്പോൺസിബിൾ. പെട്ടെന്നൊരു ദിവസം വാനിഷ് ആവാൻ വേണ്ടി ഇപ്പോഴേ മുൻകൂർ ജാമ്യം എടുത്ത് വെക്കുവല്ല. ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ് ഐ വോണ്ട് ഗോസ്റ്റ്, ബട്ട് സംവെയർ ഐ ഫെൽറ്റ് ലൈക്ക് മൈ ഇന്നസെന്റ് ഫോളോവേഴ്സ് ഷുഡ് നോ ദിസ്. അപ്പം ശരി, ബാക്കി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. ബിക്കോസ് ടുമോറോ ഐ ഹാവ് എ ഡെഡ് ലൈൻ.